ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവർ റൈസിംഗ് പൂഞ്ഞാർ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2K25 എത്തിച്ചേർന്നിരിക്കുന്ന സംരംഭക സുഹൃത്തുക്കളെ, പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികളെ, എന്നോടൊപ്പം ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന കോ പാനലിസ്റ്റ്, പ്രിയമുള്ള വ്യവസായ വകുപ്പിലെയും മറ്റു വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ, പ്രിയമുള്ളവരെ, ഇത് ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ ആശയത്തിൽ വരുന്ന വലിയൊരു ആശയമാണ്. വ്യവസായ വകുപ്പ് പുതിയ സംരംഭങ്ങൾ സൃഷ്ടിക്കുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുമായി നിരവധിയായ സ്കീമുകളും ഹാൻഡ് ഹോൾഡിംഗ് സർവീസുകളും ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പുതിയ സംരംഭകരെ കണ്ടെത്തുന്നതിനും ഉള്ള സംരംഭങ്ങൾക്ക് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ ചുമതല. വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നതിന് വ്യവസായ വകുപ്പിനോടൊപ്പം തന്നെ ലൈസൻസിങ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ വ്യവസായം പോകാനും കഴിയും. ഈ അടുത്ത കാലത്ത് മേഖലയിൽ അല്ലെങ്കിൽ സംരംഭകത്വ മേഖലയിൽ അഭൂതപൂർവമായൊരു കുതിച്ചുചാട്ടമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉള്ള നിയമങ്ങൾ അമെൻഡ് ചെയ്യുന്നതിനുമുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം വന്നതുകൊണ്ടാണ് ഈ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ വ്യവസായ വാണിജ്യ വകുപ്പും മറ്റു വകുപ്പുകളും KSIDCയുടെയും മറ്റും ആഭിമുഖ്യത്തിൽ ചെയ്തു വരുന്നു. അതിനെ ചുവടുപിടിച്ചാണ് ബഹുമാനപ്പെട്ട MLA പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അതിന് വ്യവസായ വകുപ്പിൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് പാനൽ ഡിസ്കഷനിലേക്ക് കടക്കാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പദ്ധതികളെക്കുറിച്ചുള്ള ഒരു ചെറിയ പ്രസന്റേഷൻ ഞാൻ ആദ്യം നടത്തുകയും തുടർന്ന് ഓരോ പാനൽ മെമ്പേഴ്സും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അവരുടെ സ്ഥാപനം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് നടത്തുന്ന കാര്യങ്ങൾ ബേസിക്കായി ഒന്ന് ബ്രീഫ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം സംരംഭകരിൽ നിന്നുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഓരോ പാനൽ അംഗങ്ങളും നൽകുന്നതായിരിക്കും. ആദ്യമേ പ്രസന്റേഷനിലേക്ക് പോകാം. ഒന്ന് പ്രസന്റ് ചെയ്യാമോ? presentation. നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത വളരെ മികച്ച രീതിയിൽ എല്ലാ മേഖലയിലും സംസ്ഥാനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും വ്യവസായ മേഖലയിൽ പണ്ടുതൊട്ടേ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളം വ്യവസായ സൗഹൃദമല്ല എന്നൊരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. അതിന് ഒരു മറുപടിയായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ വ്യവസായ മേഖലയിൽ ഉള്ള നിയമങ്ങളുടെ മേഖലയിലാണെങ്കിലും ഹാൻഡ് ഹോൾഡിംഗ് സർവീസുകളുടെ മേഖലയിലാണെങ്കിലും പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും കൊണ്ടുവന്ന മാറ്റങ്ങളെ തുടർന്ന് നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ്. ഇത് കേരളത്തിൻ്റെ പൊതുവായ ചിത്രമാണ്. പല ഇൻഡെക്സുകളിലും പല മനുഷ്യ വിഭവശേഷിയിലും വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ പുരോഗതിയിലും എല്ലാം തന്നെ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കും വികസിത രാജ്യങ്ങൾക്കും മാതൃകയായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ആ മാറ്റം ഇപ്പോൾ വന്നു തുടങ്ങി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വ്യവസായ മേഖലയുടെ കാര്യത്തിൽ സംസ്ഥാനം ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. പണ്ട് ചെറുകിട വ്യവസായ മേഖല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ MSMED ആക്ട് വന്ന മുതലാണ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നുള്ള പേര് വന്നത്. അതിനു മുമ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. ഇതിൽ മാനുഫാക്ചറിങ് സർവീസ് എന്ന രണ്ട് മേഖലയുണ്ട്. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് മൈക്രോ, സ്മോൾ, മീഡിയം എന്നായി. ഇത് 2006 ഒക്ടോബറിലാണ് നിയമം വന്നത്. ഇതായിരുന്നു ആ നിയമം വന്നപ്പോഴുള്ള ക്ലാസിഫിക്കേഷൻ. മാനുഫാക്ചറിംഗിൽ 25 ലക്ഷം വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് മൈക്രോ, 25 മുതൽ 5 കോടി സ്മോൾ, 5 കോടി മുതൽ 10 കോടി വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് മാനുഫാക്ചറിംഗ് മേഖലയിൽ മീഡിയം എന്നറിയപ്പെട്ടിരുന്നു. സർവീസ് മേഖലയിൽ 10 ലക്ഷം വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് മൈക്രോയും, 2 കോടി വരെ സ്മോളും, 5 കോടി വരെ മീഡിയവുമായിരുന്നു. അതിൽ പിന്നെ ഒരു ചേഞ്ച് വന്നത് 1/7/2020
ആനുവൽ ടേൺ ഓവർ എന്നുള്ള കൺസെപ്റ്റ് കൂടി വന്നു. ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, മാനുഫാക്ചറിങ് സർവീസും ഒരുമിച്ചാക്കുകയും ആനുവൽ ടേൺ ഓവറും ഇൻവെസ്റ്റ്മെന്റ് കൂടെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ ക്ലാസിഫിക്കേഷൻ. 1/7/2020 മുതൽ 5 കോടി വരെ ആനുവൽ ടേൺ ഓവറും 1 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള എല്ലാ സംരംഭങ്ങളും, മാനുഫാക്ചറിങ് സർവീസും മൈക്രോയായി, 50 കോടി വരെ ടേൺ ഓവറും 10 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് സ്മോളും, 250 കോടി വരെ ടേൺ ഓവറും 50 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സംരംഭങ്ങൾ മീഡിയവുമായി. ഇതിന് വേറൊരു ചേഞ്ച് വന്നത് തൊട്ടടുത്ത ഈ വർഷമാണ്. 1/4/2025 മുതൽ ഈ മേഖല, ഈ ക്ലാസിഫിക്കേഷൻ കുറച്ചുകൂടി വിപുലപ്പെടുത്തുകയും ആനുവൽ ടേൺ ഓവർ 10 കോടിയും ഇൻവെസ്റ്റ്മെന്റ് 2.5 കോടിയും ഉള്ളത് മൈക്രോ ആകുകയും 100 കോടി ടേൺ ഓവറും 25 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് സ്മോൾ ആകുകയും മീഡിയം എന്ന് പറയുന്നത് 500 കോടി വരെ ടേൺ ഓവറും 125 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സംരംഭങ്ങളാണ് ഇപ്പോൾ മീഡിയം എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇതിന് മേഖല വിപുലപ്പെടുത്തിയപ്പോൾ 500 കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളും അതല്ലെങ്കിൽ 125 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സംരംഭങ്ങളും MSME മേഖലയിലേക്ക് വന്നു. MSME മേഖലയ്ക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ മേഖലയിൽ വരുന്ന എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിന് ഇതിനനുയോജ്യമായി സംസ്ഥാന സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ 2022-23 സാമ്പത്തിക വർഷം സംരംഭക വർഷമായി സർക്കാർ ആചരിക്കുകയും ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം പുതിയ സംരംഭങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആരംഭിക്കുകയും ചെയ്തു. അത് വളരെ വിജയകരമായി ആ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുകയും വർഷം അവസാനിക്കുമ്പോൾ 1,39,000 സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും കഴിഞ്ഞു. അത് തുടർന്ന് വരികയാണ്. ഇത്രയും 3 വർഷം കൊണ്ട് 4 ലക്ഷത്തിനടുത്ത് സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ രൂപീകരിക്കാനായി. അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാമ്പയിനാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബെസ്റ്റ് പ്രാക്ടീസ് പാനലായിട്ട് നമ്മളുടെ യൂറോ ഓഫ് എന്റർപ്രൈസസ് തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സംഘടന ഇതിനെ നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായാണ് കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. നിങ്ങൾക്കറിയാം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന്റെ റാങ്ക് ആദ്യം 28 ആയിരുന്നു. 2019 20 ആയപ്പോൾ അത് 15 ആയി. 2022 റാങ്കിങ് വന്നപ്പോൾ ടോപ്പ് അച്ചീവർ, ബെസ്റ്റ് പെർഫോമർ എന്നുള്ള രീതിയിൽ, ടോപ്പ് അച്ചീവർ എന്നുള്ള രീതിയിൽ കേരളം 1ാം സ്ഥാനത്തേക്ക് കുതിച്ചു വരികയാണ് ചെയ്തത്. അത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പല നിയമങ്ങളുടെയും, പുതിയ നിയമങ്ങളുടെയും ഉള്ള നിയമങ്ങളുടെ അമെൻമെന്റിലൂടെയാണ് ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക്, ചർച്ചയിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ്. അതോടൊപ്പം തന്നെ 2023 ഇൻഡസ്ട്രിയൽ പോളിസി ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. അതിന്റെ സൈലന്റ് ഫീച്ചേഴ്സ് ആണിത്. 22 പ്രിയോറിറ്റി സെക്ടേഴ്സ് ആണ് ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് 22 പ്രിയോറിറ്റി സെക്ടേഴ്സ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ സെക്ടറിൽ വരുന്ന സംരംഭങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും മറ്റ് ലൈസൻസിങ് പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യുകയും സാമ്പത്തിക ആനുകൂല്യങ്ങളും മറ്റും ഗവൺമെന്റ് ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ പദ്ധതികൾ പല രീതിയിലുള്ള സബ്സിഡി സ്കീമുകളും മാർജിൻ മണി സ്കീമുകളും ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി സ്കീമുകളും ഡിപ്പാർട്ട്മെന്റ്, വ്യവസായ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴിയും KSIDC വഴിയും നടത്തി വരുന്നുണ്ട്. പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവാം. 4% പലിശ, അത് ഗവൺമെന്റ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിജയകരമായി നടത്തിക്കൊണ്ടുവരുന്നതാണ്. പരമാവധി 4% MSMEകൾക്ക് വായ്പ ലഭിക്കുന്നു. അതിൽ 10 ലക്ഷം വരെയുള്ള ലോണുകൾക്ക് 6% റീഇംബേഴ്സ്മെന്റ് ലഭിക്കും. എഫക്റ്റീവായിട്ട് 4% സംരംഭകർക്ക് പലിശ ഇനത്തിൽ നൽകുന്നുള്ളൂ. 5 കോടി വരെയുള്ള ലോണുകൾക്ക് 5% ഇൻട്രസ്റ്റ്, ചെറിയ പലിശയിൽ കൊടുക്കുന്ന ലോണും ഈ പോളിസിയുടെ ഭാഗമായി ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നുണ്ട്. 60 കോടി വരെയുള്ള ലോണുകൾക്ക് 8.5% മുതൽ 10% വരെ KSIDC വഴിയും ഡിപ്പാർട്ട്മെന്റ് ലോൺ നൽകി വരുന്നു. സ്റ്റാർട്ടപ്പ് ലോണുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടിയിലൂടെ പുതിയ സംരംഭങ്ങളും സംരംഭകർക്കും സബ്സിഡി ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾക്ക് ആനുകൂല്യം നൽകി വരുന്നു. ESS എന്ന് പറയുന്ന ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴി നടത്തി വരുന്ന ഒരു സബ്സിഡി സ്കീമാണ്. മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള സംരംഭങ്ങൾക്ക് 40%, പരമാവധി 40 ലക്ഷം രൂപ ഒരു യൂണിറ്റിന് കിട്ടുന്ന സ്കീമുണ്ട്. PMFME, പ്രൈം മിനിസ്റ്റേഴ്സ് ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് എന്റർപ്രൈസസ്, ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലുള്ള സംരംഭങ്ങൾക്കുള്ള പദ്ധതി പുതിയ സംരംഭങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അതിന് പരമാവധി 40% വരെ പലിശ കൊടുക്കുന്ന പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. മാർജിൻ മണി ഗ്രാന്റ് ടു നാനോ യൂണിറ്റ്സ്, 10 ലക്ഷം വരെയുള്ള പ്രോജക്റ്റുകൾക്ക്
30 മുതൽ 40% വരെയുള്ള സബ്സിഡി കൊടുക്കുന്ന സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലൈസൻസിങ് മേഖലയിൽ KSIFT എന്ന് പറയുന്ന പുതിയ പല ലൈസൻസിന് വേണ്ടി പല ഓഫീസുകൾ കയറി ഇറങ്ങാതെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് മെക്കാനിസത്തിലൂടെ ലൈസൻസ് നൽകുന്ന സംവിധാനം നിലവിലുണ്ട്. KSIFT അക്നോളജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ 50 കോടി എന്നുള്ളത് MSMEയുടെ ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ 250 കോടി ഇൻവെസ്റ്റ്മെന്റും 500 കോടി ടേൺ ഓവറുമുള്ള യൂണിറ്റുകൾക്ക് KSIFT അക്നോളജ്മെന്റ് വഴി ലൈസൻസ് മറ്റും നേരിട്ട് ഓഫീസുകൾ കയറി ഇറങ്ങാതെ നേരിട്ട് എടുക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്. MSME ഫെസിലിറ്റേഷൻ ആക്ട് അനുസരിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് കാറ്റഗറി ഒഴികെയുള്ള സംരംഭങ്ങൾക്ക് ആദ്യത്തെ 3 വർഷം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാനുള്ള അനുമതി KSIFT വഴി നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥലത്തിന്റെ ലഭ്യതയാണ് പുതിയ സംരംഭങ്ങൾ വരുന്നതിൽ നിന്നും സംരംഭകരെ പുറകോട്ട് മാറ്റുന്നത്. അതിന് വകുപ്പ് പുതിയ 2-3 സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഏറ്റവും കുറഞ്ഞത് 10 ഏക്കർ സ്ഥലം സ്വന്തമായുള്ള സംരംഭകർക്ക്, കമ്പനികൾക്ക് ഡെവലപ്പർ പെർമിറ്റ് കൊടുക്കുകയും അത് സെപ്പറേറ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയിട്ട് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഡെവലപ്പറായിട്ട് ആ സംരംഭകന് അല്ലെങ്കിൽ ആ കമ്പനിക്ക് മറ്റ് യൂണിറ്റുകൾക്ക് ഇത് അലോട്ട് ചെയ്ത് കൊടുത്ത് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നടത്താൻ കഴിയും. അതുപോലെ തന്നെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്, കോളേജുകൾക്ക് UGC അല്ലെങ്കിൽ AICT പറയുന്നതിനേക്കാൾ കൂടുതലുള്ള സ്ഥലം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കായിട്ട് കോളേജുകൾക്ക് നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അതിൽ യൂണിറ്റ് വന്നാൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അതിലൂടെ ആ സംരംഭം തുടങ്ങാനും ആ സംരംഭത്തിൽ ജോലി എടുക്കാനുമുള്ള സാഹചര്യം ഉള്ളതായി വരുന്നു. ഓക്കെ, കോട്ടയം ജില്ലയിൽ നിന്നും പല കോളേജുകളും ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയിട്ടൊരു 6ഓളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ കോട്ടയം ജില്ലയ്ക്കുള്ളിൽ നിന്ന് ഡെവലപ്പർ പെർമിറ്റ് ലഭിച്ചിട്ടുണ്ട്. അതിന് ഇതിന്റെ പ്രത്യേകത, ഈ പാർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് 3 കോടി രൂപ വരെ സബ്സിഡി, ബാക്ക് ആൻഡ് സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഒരു ഏക്കറിന് ഇത്രയും വെച്ചിട്ട് മാക്സിമം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ആൻഡ് സബ്സിഡി ആയിട്ട് 3 കോടി രൂപ വരെ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ആയിട്ട് പല പദ്ധതികൾ ഗവൺമെന്റ് ചെയ്തു വരുന്നു. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും താലൂക്ക് തലത്തിലും എക്സിബിഷനുകൾ നടത്തുന്നു. നമ്മളുടെ MSME സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആ എക്സിബിഷനുകളിൽ സൗജന്യമായി ഡിസ്പ്ലേ ചെയ്യാവുകയും അതിലൂടെ ഉൽപ്പന്നം വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി K-Store എന്നൊരു സംരംഭം സർക്കാർ കഴിഞ്ഞ വർഷം ആരംഭിക്കുകയുണ്ടായി. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ റേഷൻ ഷോപ്പുകൾ K-Storeകളായി കൺവേർട്ട് ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള K-Storeകളിൽ ആ പ്രദേശത്തുള്ള MSME സംരംഭങ്ങളുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുകയും അത് പൊതുജനങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ്, ഗവൺമെന്റ് പർച്ചേസ് നടത്തുന്ന അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ പർച്ചേസ് നടത്തുന്ന ഓൺലൈൻ പോർട്ടലാണിത്. ഇതിൽ MSME പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അതിലൂടെ അവരുടെ മാർക്കറ്റിംഗ് വിപുലപ്പെടുത്തുവാൻ കഴിയും. നെക്സ്റ്റ്, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി സംസ്ഥാന തലത്തിൽ ഓരോ വർഷവും, ഓരോ സാമ്പത്തിക വർഷവും അഗ്രോ ഫുഡ് പ്രോയും മിഷനറി എക്സ്പോയും വ്യവസായ വാണിജ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്നു. അതിൽ അഗ്രോ ഫുഡ് പ്രോ എന്ന് പറഞ്ഞാൽ അഗ്രോ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലുള്ള യൂണിറ്റുകൾക്ക് ആ 3-4 ദിവസമായി നടക്കുന്ന എക്സിബിഷനിൽ പങ്കെടുക്കുകയും അവരുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്ത് സെയിൽ നടത്തുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മിഷനറി എക്സ്പോ കേരളത്തിനകത്തും രാജ്യത്തിനകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യത്തിന് പുറത്തുമുള്ള മിഷനറി മാനുഫാക്ചേഴ്സിനെ സംരംഭകർക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഓരോ സാമ്പത്തിക വർഷവും മിഷനറി എക്സ്പോ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷന് വേണ്ടി ഒരു ടീം ജില്ലയിലുണ്ട്. GMന്റെ നേതൃത്വത്തിൽ മാനേജരും ADയും അടങ്ങുന്ന ഒരു ടീം ഇൻവെസ്റ്റേഴ്സിനെ പോയി കാണുകയും അവർക്ക് റീഇൻവെസ്റ്റ്മെന്റിനും എക്സ്പാൻഷനും വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു. MSME ക്ലിനിക് എന്നൊരു സംവിധാനം ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ നിലവിലുണ്ട്. നിങ്ങൾക്ക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, അത് DPR പ്രിപ്പറേഷൻ ആവാം, GST ഫയലിംഗ് ആവാം, ഫിനാൻഷ്യൽ ആവാം, അല്ലെങ്കിൽ ടെക്നോളജി ആവാം, സംരംഭവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുമുള്ള സംശയങ്ങൾ നിവർത്തുന്നതിന് വേണ്ടി MSME ക്ലിനിക് എന്നൊരു എക്സ്പെർട്ട് പാനൽ ഓരോ ജില്ലയിലും ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ സൗജന്യമായി പാനലിസ്റ്റുകളെ അല്ലെങ്കിൽ അതിലെ എക്സ്പെർട്ടുകളെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സഹായം നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാ ലോക്കൽ ബോഡിയിലും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ബുധനാഴ്ചയും ഈ സംരംഭ വർഷത്തിന്റെ ഭാഗമായി വന്ന ഇന്റേൺസ് അല്ലെങ്കിൽ എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന പേരിൽ ഒരു 3 വർഷം പ്രവർത്തനം കഴിഞ്ഞു. അടുത്ത ആഴ്ച മുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റാംപ് എന്ന സ്കീമിൽ BDSPമാരെ ഓരോ പഞ്ചായത്തിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. അവരുടെ സഹായത്തോടു കൂടി സംരംഭം തുടങ്ങുന്നതിനും തുടങ്ങിയ സംരംഭങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നേടിയെടുക്കുന്നതിനും നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ
കഴിഞ്ഞ വർഷം ചെയ്ത കാര്യമാണ് ICAI ഹെൽപ്പ് ഡെസ്ക്. ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലയിലും ഹെൽപ്പ് ഡെസ്ക് സൗജന്യമായി സംരംഭകർക്ക് നൽകിയിരുന്നു. MSCFC കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഡിലേഡ് പേയ്മെൻറ്റ്സിന് വേണ്ടി MSMEകൾക്ക് ലാർജ് ഇൻഡസ്ട്രീസിൽ നിന്നും പബ്ലിക് സെക്ടറിൽ നിന്നും പേയ്മെൻറ്റ് ഡിലേ വന്നാൽ MSME ക്ലിനിക്കിനെ, ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന MSME ക്ലിനിക്കിനെ സമീപിക്കാം. ഇതൊരു അർദ്ധ ജുഡീഷ്യൽ ഫോർമാണ്. ഇതിൽ നിന്നും ഓർഡർ വാങ്ങിക്കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ വിത്ത് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നടത്തി വരുന്ന പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് സ്കീമുകൾ മിഷൻ 1000 എന്ന് പറയുന്ന സ്കീം കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് അനൗൺസ് ചെയ്യുകയും ഏറ്റവും കുറഞ്ഞത് 1000 സംരംഭങ്ങളെ സംസ്ഥാനത്ത് നിന്ന് കണ്ടെത്തി അവയുടെ ആവറേജ് ആനുവൽ ടേൺ ഓവർ 100 കോടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ ഉദ്ദേശം. അതിലൂടെ 100 കോടി ടേൺ ഓവറുള്ള 1000 സംരംഭങ്ങൾ, ഇപ്പോൾ 1 ലക്ഷം കോടി ടേൺ ഓവറുള്ള 1000 സംരംഭങ്ങളെ, പുതിയതായി ഉള്ള സംരംഭങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു സ്കെയിലപ്പ് പ്രോഗ്രാമാണിത്. ഇതിൽ DPR പ്രിപ്പറേഷന് 1 ലക്ഷം രൂപ അസിസ്റ്റൻസായി നൽകുന്നു. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 40% പരമാവധി 2 കോടി രൂപ വരെ സബ്സിഡിയായി നൽകുന്നു. അതോടൊപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യത്തെ 3 വർഷം ഉപയോഗിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പകുതി 50 ലക്ഷം ആ സംരംഭങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കോട്ടയത്ത് നിന്ന് പല സംരംഭങ്ങളും ഈ മിഷൻ 1000 സ്കീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്കെയിലപ്പാണ്, ഈ എക്സ്പാൻഷനാണ് ഈ സ്കീമിൻ്റെ ഉദ്ദേശം. കേരള ബ്രാൻഡ്, നന്മ എന്ന പേരിൽ കേരള ബ്രാൻഡ് ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നു കഴിഞ്ഞ വർഷം. അതായത് ക്വാളിറ്റി പാരാമീറ്റേഴ്സും എത്തിക്കൽ പാരാമീറ്റേഴ്സും മീറ്റ് ചെയ്യുന്ന സംരംഭങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർക്ക് അഡീഷണലായി കേരള ബ്രാൻഡ് സംസ്ഥാന സർക്കാർ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ അഡീഷണലായി നൽകുന്നു. നന്മ എന്നാണ് അത് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾക്ക് അത് നൽകി വരുന്നുണ്ട്. മറ്റ് മേഖലയിലേക്കും ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നൽകുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നന്മ ബ്രാൻഡ് കൊടുക്കുന്നതും ഗവൺമെൻറ് പരിഗണനയിലുണ്ട്. മെയ്ക്ക് ഇൻ കേരള, നമ്മൾ കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു നിന്നും പല പ്രോഡക്റ്റുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് എടുക്കുകയും അത് ഇവിടെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് ഇങ്ങോട്ട് വരുന്നത്. അതിന് പകരമായി ആ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ തന്നെ ആരംഭിക്കുവാനുള്ള, ഉൽപ്പാദനം തുടങ്ങാനുള്ളൊരു പദ്ധതിയാണിത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 1000 കോടി ഇതിന് വകയിരുത്തിയിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. എക്സ്പോർട്ട് സഹായിക്കാൻ വേണ്ടിയുള്ള എക്സ്പോർട്ട് പോളിസി ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കയറ്റുമതിക്കുള്ള സഹായങ്ങൾ MSME സംരംഭങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം നേടാവുന്നതാണ്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് പോളിസി, വെയർഹൗസിങ്ങും ട്രാൻസ്പോർട്ടേഷനും കാർഗോ ഓപ്പറേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വലിയൊരു കോസ്റ്റ് വരുന്നതാണ്. MSMEകൾക്ക് അതിലും ലോജിസ്റ്റിക് പോളിസിയിലൂടെ വരുന്ന സ്കീമുകൾ അവൈൽ ചെയ്താൽ അതിനും അവരുടെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ പലതരത്തിൽ MSME മേഖലയ്ക്ക്, വ്യവസായ മേഖലയ്ക്ക് അനുകൂലമായ പല പ്രവർത്തനങ്ങളാണ് വ്യവസായ വാണിജ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്നത്.